അപ്പോൾ എല്ലാവർക്കും ബ്ലീഡ് ഫുട്ബോളിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ സാവി സൈമൺസ്, ബ്രൂണോ ഫെർണാണ്ടസ്, അലക്സാൻഡ്രോ ഗർനാച്ചോ ആൻഡ് ഫെർമിൻ ലോപ്പസ് എന്നിവരെ കുറിച്ചുള്ള ചെറിയൊരു ഡീറ്റെയിൽസ് ആണ് പറയാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം ചെൽസിയുമായിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പം ചെൽസി നോക്കുന്ന രണ്ട് പ്ലെയേഴ്സാണ്, മേജറായിട്ട് നോക്കുന്ന രണ്ട് പ്ലെയേഴ്സാണ് സാവി സൈമൺസും അലക്സാൻഡ്രോ ഗർനാച്ചോ. അപ്പോൾ ചെൽസിക്ക് രണ്ട് പേരിലും താല്പര്യമുണ്ട്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഈ രണ്ട് പേരിന് ഒരു പ്ലെയറെ മാത്രമേ ചെൽസി നോക്കുന്നുള്ളൂ എന്നുള്ള ഒരു കാര്യത്തിലല്ല. അവർ ചെൽസി രണ്ട് പ്ലെയേഴ്സിനും താല്പര്യമുണ്ട്. രണ്ട് പ്ലെയേഴ്സിനും മിക്കവാറും ബിഡ് കൊടുക്കാനും ഈ ഒരു വരുന്ന ഒരാഴ്ചക്ക് അല്ലെങ്കിൽ രണ്ടാഴ്ചക്കുള്ളിൽ ഒരു തീരുമാനമുണ്ടാകും. ഈ ഒരു അവസ്ഥയിൽ സാവി സൈമൺസ് പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് RB ലൈപ്സിഗിൻ്റെ ഒരു മെൻഷൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതിലിപ്പം യൂണിസെഫിൻ്റെ ഒരു കാര്യവും പിന്നെ പ്യൂമ അത്ലറ്റിൻ്റെ ഒരു മെൻഷനും, അതുകൂടാതെ പുള്ളിക്കാരൻ്റെ രാജ്യമായ നെതർലാൻഡിൻ്റെ ഒരു കൊടിയും മാത്രമേ ഉള്ളൂ. RB ലൈപ്സിഗിൻ്റെ പേര് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതല്ലാതെ കഴിഞ്ഞ ഒരു മത്സരത്തിൽ RB ലൈപ്സിഗിൻ്റെ 11 ഉണ്ടായില്ല. പക്ഷേ RB ലൈപ്സിഗിൻ്റെ അധികൃതർ പറഞ്ഞത് പുള്ളിക്കാരൻ്റെ നെക്ക് പെയിൻ ആയതുകൊണ്ടാണ് ടീമിൽ ഉൾപ്പെടുത്താതിരുന്നതെന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതായിരിക്കും റീസൺ എന്ന്. കാരണം ഈ ഒരു ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാത്തത് കൊണ്ടാണ് സാവി സൈമൺസിന് എന്തായാലും ചെൽസിയിലേക്ക് തന്നെ പോകണം എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിലുള്ളത്. പക്ഷേ ആസ് ഓഫ് നൗ ഇതുവരെ ഈ ഒരു വീക്കെൻഡ്, ഇന്നലെ ഒരു സാറ്റർഡേ സൺഡേ വരെ ചെൽസി ഒരു ഒഫീഷ്യൽ ബിഡ് അല്ലെങ്കിൽ ഒരു ഫോർമൽ ബിഡ് സൈമൺസിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടില്ല. എനിക്കൊന്ന് RB ലൈപ്സിഗ് 60 മില്യൺ ആണ് സാവി സൈമൺസിൻ്റെ ഒരു പ്രൈസ് ടാഗ് വെച്ചിരിക്കുന്നത്. ചെൽസിക്ക് ആ പൈസ കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇപ്പം ജാവോ ഫെലിക്സ് അൽ നാസറിലേക്ക് പോയത് കൊണ്ട് ആ പൈസ ഈസി ആയിട്ട് സാവി സൈമൺസിലേക്ക് കൊടുക്കുന്നതിന് ഒരു വലിയ ബുദ്ധിമുട്ടില്ല. അപ്പം വരുന്ന കുറച്ച് ദിവസത്തിനുള്ളിൽ മിക്കവാറും സാവി സൈമൺസിന് ചെൽസി ഒരു ഒഫീഷ്യൽ ബിഡ് കൊടുക്കാൻ പോകുന്നതായിരിക്കും. അതുകൂടാതെ അവരുടെ രണ്ടാമത്തെ പ്രയോറിറ്റിയാണ് ഗർനാച്ചോ. രണ്ടാമത്തെ പ്രയോറിറ്റി എന്ന് ഉദ്ദേശിച്ചത് സാവി സൈമൺസിനെ കിട്ടിയില്ലെങ്കിൽ ഗർനാച്ചോയിലേക്ക് പോകും എന്നല്ല, അവർക്ക് രണ്ടുപേരും വേണം. സാവി സൈമൺസ് ആണ് മെയിൻ ടാർഗറ്റ്. അഥവാ സാവി സൈമൺസ് വന്നാൽ മിക്കവാറും പ്ലേയിങ് 11 കളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അലക്സാൻഡ്രോ ഗർനാച്ചോയിലും അവർക്ക് താല്പര്യമുണ്ട്. ഗർനാച്ചോക്ക് എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടാൽ പ്രീമിയർ ലീഗിൽ തന്നെ കളിക്കണം എന്നുണ്ട്, ചെൽസിയിലേക്ക് തന്നെ പോകണം എന്നുണ്ട്. അപ്പം ചെൽസിയുടെ ഈ ഒരു റൂമർ മിക്കവാറും രണ്ട് പ്ലെയേഴ്സ് ഈ ഒരു 2 ആഴ്ചക്കുള്ളിൽ ചെൽസിക്ക് സൈൻ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവർ ചെൽസി എങ്ങനെ ബിഡ് കൊടുക്കുന്നു എന്നതനുസരിച്ചിരിക്കുന്നത്. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു ന്യൂസിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസം മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നു ഫെർമിൻ ലോപ്പസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് ലിങ്ക് വന്നിട്ടുണ്ടെന്ന്. ഒരു 70 മില്യൺ വരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ള റൂമേഴ്സും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ മുണ്ടോ ഡിപ്പോർട്ടീവോ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലിക്ക് ഡസൻ വാണ്ട് ടു ഹിയർ അബൌട്ട് ഹിം ലീവിങ്. ഫ്ലിക്കിന് പുള്ളിക്കാരൻ പോകുന്നതിൽ തീരെ താല്പര്യമില്ല. പുള്ളിക്കാരന് ഫെർമിൻ ലോപ്പസിനെ ബാഴ്സലോണ പിടിച്ച് നിർത്തണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഫ്ലിക്കുള്ളത്. അപ്പം ഫ്ലിക്ക് അങ്ങനെ ഒരു നോ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡീല് നടക്കില്ല. അത് ബേസിക്കലി അത് ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഡീലോ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നില്ല, ഒരു ചെറിയൊരു റൂമർ ആയിരുന്നു. സെസ്കോയുടെ പിറകെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നലെ ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ഒരു ഒഫീഷ്യൽ ബിഡ് RB ലൈപ്സിഗ് നിരസിച്ചിട്ടുണ്ട്. അപ്പം യുണൈറ്റഡ് എത്രമാത്രം പൈസ RB ലൈപ്സിഗിന് കൊടുക്കും, സെസ്കോയിന് എടുക്കും എന്നുള്ളൊരു ഇതൊക്കെ വെച്ചിട്ടായിരിക്കും മിക്കവാറും യുണൈറ്റഡ് വേറൊരു പ്ലെയറിൻ്റെ പിറകെ പോകാൻ സാധ്യത കൂടുതൽ. ഇപ്പോൾ ഈ ഒരു ഫെർമിൻ ലോപ്പസിൻ്റെ ഒരു പെട്ടെന്ന് പോയ ഒരു റൂമറാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു സ്പാനിഷ് പത്രത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഫെർമിൻ ലോപ്പസ് എവിടെയും പോകാൻ സാധ്യതയില്ല. ഫാൻസി ഫ്ലിക്കിന് പുള്ളിക്കാരനെ വെക്കാനും താല്പര്യമില്ല എന്നാണ് പറയുന്നത്. അതുകൂടാതെ ബ്രൂണോ ഫെർണാണ്ടസ് plan to stay at least one more year at Manchester United. Al Nassr made an informal approach following on from Al Hilal's attempt to sign Fernandes before the Club World Cup. Fernandes' position remains firm. He wants to stay at Manchester United and continue playing. അപ്പം ബ്രൂണോ ഫെർണാണ്ടസ് ഈ ഒരു സീസണിൽ എവിടെയും പോകാൻ സാധ്യതയില്ല. ഒരു സീസണും കൂടി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തന്നെ തുടരാനാണ് പുള്ളിക്കാരൻ്റെ ഒരു തീരുമാനം. എനിക്കറിയാം ഒരുപാട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിന് ഇഷ്ടമല്ലാത്തൊരു പ്ലെയറാണ് ബ്രൂണോ ഫെർണാണ്ടസ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കട്ട ഫാൻസൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പുള്ളിക്കാരനെ ടീമിൽ നിന്ന് എടുത്ത് പുറത്ത് കളയണമെന്ന്. പക്ഷെ എന്താണെന്നറിയില്ല, കഴിഞ്ഞ 3 സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്ത ഒരു പ്ലെയറാണ് ബ്രൂണോ ഫെർണാണ്ടസ്. പക്ഷേ ചില പുള്ളിക്കാരൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഓൺ ഫീൽഡിലെ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു ചെറിയ കുട്ടികളെ പോലെയാണ്. മേ ബി അതായിരിക്കും ഒരുപാട് യുണൈറ്റഡ് ഫാൻസിന് പുള്ളിക്കാരനെ ഇഷ്ടമല്ലാത്തത്. പക്ഷേ സ്റ്റിൽ
ബ്രൂണോ ഫെർണാണ്ടസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ 1 വർഷം കൂടി നിൽക്കും. ഇതാണ് ഈ ചെൽസിയുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു ക്വിക്ക് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. സാവി സൈമൺസ് ചെൽസിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രീമിയർ ലീഗ് നേടാനുള്ള സാധ്യത വർദ്ധിക്കുമോ ഇല്ലയോ എന്ന് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതുകൂടാതെ നിങ്ങളെ ബ്രൂണോ ഫെർണാണ്ടസിനെ കുറിച്ചുള്ള അഭിപ്രായം, നിങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ, ഏതെങ്കിലും ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസിനെ കുറിച്ചുള്ള അഭിപ്രായം കൂടി കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.